തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണ ബില്ലുകൾ സമർപ്പിക്കുന്നതിന് സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ തദ്ദേശ മന്ത്രിക്ക് കത്ത് നൽകി. പ്ലാൻ ഫണ്ടിന്റെ മൂന്നാം ഗഡു കിട്ടാൻ വൈകിയെന്നും സോഫ്റ്റ്വെയറിന് സാങ്കേതിക തകരാർ മൂലം ബില്ലുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. ഇന്നാണ് പദ്ധതി നിർവഹണ ബില്ലുകൾ സമർപ്പിക്കേണ്ട അവസാന ദിവസം. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, എന്താണ് ഇവർ കത്തിൽ പറയുന്നത്? അജിംസ് 2023-24 വർഷത്തെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ട്രഷറിയിൽ സമർപ്പിക്കണമെന്നാണ് ധനകാര്യ വകുപ്പ് സർക്കുലറിലൂടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. എന്നാൽ പ്ലാൻ ഫണ്ടിന്റെ മൂന്നാം ഗഡു കഴിഞ്ഞ ദിവസമാണ് അനുവദിച്ചത്. ഇന്നലെ തന്നെ ബില്ലുകൾ സമർപ്പിക്കാനുള്ള ശ്രമം നഗരസഭകൾ നടത്തിയെങ്കിലും സർഗ്യ സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാറ് മൂലം പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ഇന്നും സമാനമായിരുന്നു സ്ഥിതി ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അതിനാൽ ബില്ലുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നത്തെയിൽ നിന്നും നീട്ടണം എന്ന ആവശ്യമാണ് ഈ കത്തിൽ ഉന്നയിക്കുന്നത്. ചെയർമാൻ ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ കേരള M. കൃഷ്ണദാസാണ് തദ്ദേശ മന്ത്രി MV രാജേഷിന് കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രശ്നം കൂടി യഥാർത്ഥത്തിൽ ഉണ്ട്. പദ്ധതി വിഹിതത്തിന്റെ മൂന്നാം ഗഡു സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് തന്നെ വൈകിയിരുന്നു. 1851 കോടി രൂപ ഡിസംബറിൽ നൽകേണ്ടതായിരുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ച 23-ാം തീയതിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചത്. പക്ഷേ 25-ന് മുന്നിൽ ഇതിന്റെ ബില്ലുകളെല്ലാം സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് സഖ്യ സോഫ്റ്റ്വെയർ വഴിയാണ് ഇത് സമർപ്പിക്കേണ്ടത്. ആ സോഫ്റ്റ്വെയർ പ്രശ്നമാണ്. ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് ബില്ലുകൾ സമർപ്പിക്കേണ്ട സോഫ്റ്റ്വെയറിലും ഇതുപോലെ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ഇത് കുറച്ച് ദിവസം കൂടി സമയം ബില്ലുകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അജിംസ്. ശരി സാജു.